നമസ്കാരം. പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്റർനാഷണൽ യോഗ ഡേ അടുത്ത സൺഡേ ആണ്, 21 ജൂൺ. എല്ലാവരും ഈ യോഗ ഡേയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണം. ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് വരാനുള്ള വലിയൊരു അവസരമാണ് യഥാർത്ഥത്തിൽ ഇന്റർനാഷണൽ യോഗ ഡേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കാംക്ഷിക്കേണ്ടത് ആ യോഗത്തിനാണ്, യോഗ അവസ്ഥ. അതാണ് യോഗ പദ്ധതിയുടെ ശരിക്കുള്ള ബേസ്. ഇപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് പദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, ഹോപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. നമ്മൾ ഹോപ്പിനെ കുറിച്ചിട്ട് കഴിഞ്ഞ സെഷനിൽ കുറച്ചത് ഡിസ്കസ് ചെയ്തു. എക്സ്പെക്റ്റേഷൻ പ്രതീക്ഷ, ഹോപ്പ് എന്ന് പറഞ്ഞ പ്രത്യാശ. എക്സ്പെക്ട് നോട്ട് ദൗ ഷാൽ നോട്ട് ബി ഡിസപ്പോയിന്റഡ്. സാരിജി മഹാരാജ് ഒരു 11ാമത്തെ മാക്സിമം, 10 മാക്സിംസ് ഉണ്ട് സഹജമാർഗത്തിൽ, 11ാമത്തെ മാക്സിമം ആയിട്ട് എക്സ്പെക്ട് നോട്ട് ദൗ ഷാൽ നോട്ട് ബി ഡിസപ്പോയിന്റഡ്, പ്രതീക്ഷിക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ എവിടേക്കാണ് നമ്മൾ നോക്കുന്നത്? പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ പാസ്റ്റിലേക്കാണ്. ഇതുവരെ ലഭിച്ചിട്ടുള്ള അനുഭവങ്ങൾ, ഇതുവരെ ഉണ്ടായിട്ടുള്ള അറിവുകൾ, അതിനാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പാസ്റ്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. പാസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് അറിവ് നൽകേണ്ടതാണ്. നമ്മളതിൽ നിന്ന് എസെൻസ് ഉൾക്കൊണ്ടിട്ട് പ്രസന്റിൽ ജീവിക്കണം. പാസ്റ്റിൽ ജീവിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ്. മിക്ക ആൾക്കാരും പാസ്റ്റിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് വേദനകൾ അനുഭവിക്കുന്നത്. പഴയ പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ട്, അത് പുരാണ ചിന്താഗതികൾ, മതവിശ്വാസങ്ങൾ, ഇതിലൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്നതൊക്കെ പാസ്റ്റിൽ ജീവിക്കുകയാണ്. അതുപോലെ സയന്റിഫിക് ആയിട്ടുള്ള കണ്ടെത്തലുകളിലും അതിൽ ഇതുവരെ എങ്ങനെയാണ് അറിഞ്ഞിട്ട് എന്ന് ആണയിട്ട് വിശ്വസിച്ച് ജീവിക്കുന്നത് പാസ്റ്റിൽ ജീവിക്കുകയാണ്. ഇതൊക്കെ നമുക്കൊരു പുറകിലേക്ക് വലിക്കുന്ന ശക്തികളായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് എക്സ്പെക്റ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ ചാരിജി മഹാരാജ് പറയുന്നത്. എക്സ്പെക്റ്റേഷന്റെ കൂടെ വരുന്നത് ആഗ്രഹങ്ങൾ. നമുക്ക് ഇതുവരെയുള്ള ജീവിതത്തെ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അതിലുള്ള അനുഭവങ്ങളെ മാക്സിമൈസ് ചെയ്യാം. നമ്മൾ സുഖം അനുഭവിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നമ്മളുടെ പാസ്റ്റിലുള്ള നമ്മുടെ പൂർവികന്മാർ പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞതോ അത്ര സുഖം അനുഭവിക്കില്ല. വലിയ മാളിക കിട്ടിയിരിക്കുന്നു, ഏറ്റവും നല്ല കാർ ഇട്ട് ജീവിക്കുന്നു, ഇതാണ് സുഖമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ. നല്ല പദവിയിൽ വരുന്നു, അതാണ് എക്സ്പെക്റ്റേഷൻ. നമുക്ക് അതിനപ്പുറം ചിന്തിക്കാൻ പറ്റില്ല. ഇതിനപ്പുറമുള്ളൊരു യഥാർത്ഥ സുഖമുണ്ട്, അത് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നതല്ല. അത് ഈ മനസ്സിന്റെ ഈ തലത്തിൽ കുടുങ്ങി കിടക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി സത്യ ആഗ്രഹം എന്ന് പറഞ്ഞു.
നമ്മൾ അതിലേക്കുള്ള ആഗ്രഹമാക്കി മാറ്റണം. ക്രേവിങ് എന്ന് പറയുന്നത് നമ്മൾ ഉയരാനുള്ള ഒരു ക്രേവിങ് ഉള്ളിൽ വേണം. ഞാൻ ഈ പാസ്റ്റ് എന്നുള്ള അറിവ് ഉൾക്കൊണ്ടിട്ട് അടുത്ത തലത്തിലേക്ക് ഉയരാനുള്ള ക്രേവിങ്, അപ്പൊ അതെനിക്ക് ഉയരാൻ സാധിക്കും എന്നൊരു പ്രത്യാശ നമുക്ക് നൽകുന്നതിന് ഹോപ്പ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ കാണും, അങ്ങനെയുള്ള എക്സലന്റ് വ്യക്തിത്വങ്ങളുണ്ട്. അതാണ് ഹോപ്പ് എന്നുള്ള പ്രോഗ്രാമിൽ എക്സലൻസ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഹാർട്ട് പ്ലസ് ODC ഫോർ പേഴ്സണൽ എക്സലൻസ്. നമുക്ക് എക്സലൻസ് എന്നൊരു കാര്യമുണ്ട്. നമ്മൾ എക്സലന്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണിക്കും. എക്സലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും അവരുടെ സ്കില്ല് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഭഗവാൻ യോഗ കർമ്മസു കൗശലം എന്ന് പറഞ്ഞത്. യോഗ എന്ന് പറഞ്ഞാൽ ശരിക്കും സ്കിൽഫുൾ പെർഫോമൻസ് ഓഫ് ആക്ഷനാണ്. സമത്വം യോഗ ഉച്യതേ എന്ന് ഭഗവാൻ പറഞ്ഞതിന് തൊട്ട് പുറകെ തന്നെ അതിന്റെ അടുത്ത ശ്ലോകത്തിനാണ് യോഗ കർമ്മസു കൗശലം എന്നുള്ളത്. അപ്പോൾ യോഗ എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ ഭഗവാൻ ശരിക്കും ഒരു തരത്തിൽ കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. വെറുതെ മനസ്സ് സന്തുലിതാവസ്ഥയിൽ എത്തിയാൽ പോലെ ആ മനസ്സിനെ നമ്മൾക്ക് ഉള്ള കഴിവുകളെ മാനിഫെസ്റ്റ് ചെയ്യാൻ, ഏറ്റവും നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ നമുക്ക് ആവണം. എപ്പോഴാണ് അങ്ങനെ കുശലമായിട്ട് സ്കിൽഫുൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ ഉള്ളിൽ ആ ഹ്യൂമെയിൻ ഡിവൈൻ എല്ലാ തലങ്ങളും നമ്മളുടെ ഈ പ്രവൃത്തിയിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് അത് എക്സലന്റ് ആവുന്നത്. ഒരു പ്രവൃത്തി മെറ്റീരിയൽ ആയിട്ട് ചെയ്യാം. സാധാരണ നമുക്കൊരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കാം, അതിന്റെ പുറകിൽ ഒരു ഹ്യൂമെയിൻ ടച്ച്, സ്നേഹം വരുമ്പോൾ അതിന്റെ ഗിഫ്റ്റിന് വാല്യൂ കൂടും, സ്വീകരിച്ച ആൾക്ക് സന്തോഷം ലഭിക്കും, നമ്മളിലേക്ക് കണക്റ്റഡ് ആവും. ഈ ചെറിയ ഗിഫ്റ്റുകൾ ചിലപ്പോൾ വലിയ വലിയ കൂട്ടായ്മകൾക്ക് കാരണം തന്നെ ആയിട്ടുണ്ട്. നേരെ മറിച്ചിട്ട് അതേ ഗിഫ്റ്റ് തന്നെ വെറുതെ പാർസലായിട്ട് അയച്ചാൽ ആ ഫിറ്റ് ഉണ്ടാവില്ല. ഇതാണ് ഹ്യൂമെയിൻ ഡയമെൻഷൻ. ഇനി അത് അതിനേക്കാളും ഉയർന്ന നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഡയമെൻഷൻ, ഡിവൈൻ ഡയമെൻഷൻ, സ്നേഹത്തിന്റെ സാമ്രാജ്യം എന്ന്, അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ കൊടുക്കുന്നത് ഈശ്വരൻ തന്നെയാവും, ഡിവൈനിറ്റിയെ തന്നെയായിരിക്കും. അപ്പോൾ പ്രത്യാശ, ഈ ലോകം അങ്ങനെയുള്ള ഒരു ഐഡിയൽ സ്റ്റേറ്റിലേക്ക് ഉയരും എന്നുള്ള പ്രത്യാശ നമുക്ക് മനസ്സിൽ കൊണ്ടുവന്നാൽ മാത്രമല്ല, ഈ പ്രത്യാശ നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണം. അതാണ് ശരിക്കും ഹോപ്പിന്റെ അർത്ഥം എന്നാ തോന്നുന്നു. നമ്മൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യണം. നമ്മൾ ഹോപ്പ് ചെയ്തിരുന്നാൽ ഞാൻ പ്രത്യാശിക്കുന്നു, നന്നാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനാഭാവത്തിൽ പ്രവർത്തിക്കണം. പ്രാർത്ഥന യഥാർത്ഥത്തിൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ അഹംബോധത്തെ ഈ ലോവർ തലത്തിൽ ഡിസ്കണക്ട് ചെയ്ത് നമ്മുടെ തന്നെ ഹയർ തലത്തിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് പ്രയർ. അങ്ങനെ പ്രയർ നടത്തിയാൽ മാത്രം പോരാ, എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥിക്കുന്നു, പിന്നെ പഴയ പോലെ തന്നെ ചെയ്യുന്നു, അതുകൊണ്ട് കാര്യമില്ല. പ്രയർ നമ്മൾ കണക്ട് ചെയ്തിട്ട് ആ കണക്റ്റഡ് ആയിട്ട് ഹയർ സ്റ്റേറ്റിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് പ്രയർഫുൾ സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ ഹോപ്പ് എൻ്റെ ലൈഫിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ അനുഭവങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. ഒരിക്കലും അതിനെ നമുക്ക് മോശമെന്ന് പറയാൻ സാധിക്കും. എല്ലാം നല്ലതാണ്. ആക്സെപ്റ്റൻസ്, എക്സ്പെക്ടേഷൻ മാറിയിട്ട് ആക്സെപ്റ്റൻസിലേക്ക് മാറും. എന്നിട്ട് നമ്മൾ ഹയസ്റ്റ് ഐഡിയയിലേക്ക് തിരിയാനുള്ള ഹോപ്പിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു യുഗം വരും, ഒരു സംശയമില്ല. വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള ലോകമല്ല ഇപ്പോൾ. എങ്ങനെയാണ് മനുഷ്യരാശി ഈ തലത്തിൽ എത്തിച്ചേർന്നത്? ആ തരത്തിലുള്ള എക്സലന്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ എപ്പോഴും ലീഡ് ചെയ്യുന്നു. അവരെ മനസ്സിലാക്കിയില്ല, അവരെ പലപ്പോഴും പെർസിക്യൂട്ട് ചെയ്തു, അവരെ ബുദ്ധിമുട്ടിച്ചു, ഉപദ്രവിച്ചു. പക്ഷെ അവർ നൽകിയിട്ടുള്ള സന്ദേശങ്ങളാണ് പിൽക്കാലത്ത് നമ്മളെ ഉയർത്തിയത്. അത് പിന്നെ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അവർ മഹാന്മാരാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഹിസ്റ്ററി ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ അവരെ ആരും മൈൻഡ് ചെയ്തു. ജീവിച്ചിരുന്ന് 10-200 കൊല്ലം കഴിഞ്ഞിട്ട് കൂടി മൈൻഡ് ചെയ്യാത്തതാണ് നമ്മൾ കാണുന്നത്. കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ പേര് പ്രവർത്തിക്ക് വരുന്നത്. ഇപ്പൊ ലാലാജി മഹാരാജ് ഇപ്പോഴാണ് അറിയപ്പെടുന്നത്. ജീസസ് ക്രൈസ്റ്റ് 200-300 കൊല്ലം കഴിഞ്ഞിട്ടാണ് അറിയപ്പെട്ടത്. അവരൊന്നും ജീവിച്ചിരുന്ന പറഞ്ഞപ്പെട്ടവരല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് അറിയപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ടും കുറെ കാലം അറിയപ്പെട്ടില്ല. ഇപ്പതാ ഭഗവത്ഗീത ആദ്യം ഉയർന്നു വരുന്നു. അപ്പോ നമ്മൾക്ക് പ്രത്യാശ നൽകുന്ന ആ ജീവിതങ്ങളാണ്. അവരെ അപ്പൊ തന്നെ മനസ്സിലാക്കിയിട്ട് അവരെ ഫോളോ ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ മനുഷ്യരാശി എവിടെ എത്തിപ്പോരും. ഇപ്പൊ മാസ്റ്റർ നമ്മുടെ മുമ്പിൽ നിൽക്കും. മാസ്റ്റർ ഇപ്പൊ തന്നെ മനസ്സിലാക്കിയിട്ട്, മാസ്റ്റർ പറയുന്നത് അതേപോലെ മനസ്സിലാക്കിയിട്ട്, നമ്മൾ മനസ്സിലാവുന്ന എക്സ്പെക്ടേഷനിലല്ല മാസ്റ്റർ സംസാരിക്കുന്നത്. മാസ്റ്റർ സംസാരിക്കുന്ന ആ ഹയസ്റ്റ് തലത്തിൽ നിന്നാണ്. ആ ഒരു ലോകം വിഭാവന ചെയ്തിട്ട് അത് ഇവിടെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് മാസ്റ്റർ ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ തരത്തിൽ നമ്മുടെ ജീവിതത്തെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ തീർച്ചയായിട്ടും ഹോപ്പ് നല്ലതാണ്. പക്ഷെ ഹോപ്പിൽ മാത്രം പോരാ, നമ്മളതിൽ നമ്മുടെ ഒരു വിൽ ഉപയോഗിച്ചിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യണം. സ്നേഹത്തെ ഓരോ പ്രവൃത്തിയിലും, നമ്മുടെ ഓരോ എന്ത് ചെറിയ ചെറിയ പ്രവൃത്തിയിലായാലും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഹോപ്പ് ശരിക്കും യാഥാർത്ഥ്യമായിട്ട് മാറും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിടുവാങ്ങുന്നു. നന്ദി, നമസ്കാരം.